ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ പോലും ലജ്ജയോടെ മാത്രം രേഖപ്പെടുത്തേണ്ട ഒരു രാഷ്ട്രീയ നാടകമാണ് ലോകം ഇപ്പോൾ കാണുന്നത്. നിയമങ്ങളും അന്താരാഷ്ട്ര മര്യാദകളും മനുഷ്യാവകാശ പ്രഭാഷണങ്ങളുമെല്ലാം അമേരിക്കയുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിവെക്കപ്പെടുന്ന ഘട്ടം. ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ വീണ്ടും അധിനിവേശത്തിന്റെ നിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഈ നീക്കങ്ങളുടെ പരമാവധി ധാർഷ്ട്യമായ ഉദാഹരണമാണ് വെനസ്വേലയ്ക്ക് മേൽ അമേരിക്ക ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച ആക്ടിംഗ് പ്രസിഡന്റ് പ്രഖ്യാപനം. ഇത് ജനാധിപത്യത്തിന്റെ രക്ഷാകർതൃത്വമല്ല, തുറന്ന സാമ്രാജ്യത്തിന്റെ പ്രഖ്യാപനമാണെന്ന് ലോകം തിരിച്ചറിയുകയാണ്. വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് ലക്ഷ്യമാക്കി ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭാവി സ്വന്തം കൈകളിൽ എടുക്കാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം രാഷ്ട്രീയ ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റം തന്നെയാണ്. ജനാധിപത്യം എന്ന വാക്ക് ആയുധമാക്കി സ്വന്തം താല്പര്യങ്ങൾ നടപ്പാക്കാൻ രാജ്യങ്ങളെ കീറിമുറിക്കുന്ന അമേരിക്കൻ രീതിയുടെ നഗ്നരൂപമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. വോട്ടിങ്ങിലൂടെയോ ജനാധിപത്യ നടപടികളിലൂടെയോ അല്ല, അമേരിക്കയുടെ അംഗീകാരത്തിലൂടെയാണ് ഭരണാധികാരം ലഭിക്കേണ്ടതെന്ന സന്ദേശമാണ് അമേരിക്ക ഇവിടെ നൽകുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഒരു പാവ സർക്കാർ വെനസ്വേലയിൽ സ്ഥാപിക്കാമെന്ന വ്യാമോഹം അവിടുത്തെ ആത്മാഭിമാനമുള്ള ജനതയ്ക്ക് നേരെയുള്ള തുറന്ന അവഹേളനമാണ്. ഉപരോധങ്ങളും സാമ്പത്തിക ശ്വാസം മുട്ടിക്കലും സൈനിക ഭീഷണികളും ഉപയോഗിച്ച് ഒരു ജനതയുടെ മനസ്സും നട്ടലും തകർക്കാമെന്ന അമേരിക്കൻ ചിന്ത വെനസ്വേലൻ പ്രതിരോധത്തിന്റെ മുന്നിൽ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ജനുവരി 11 വൈറ്റ് ഹൌസിന്റെ സൗത്ത് ലോണിലൂടെ നടന്നു നീങ്ങുന്ന ട്രംപിന്റെ മുഖത്ത് കണ്ടത് ഒരു ലോക നേതാവിന്റെ പക്വതയായിരുന്നില്ല, മറിച്ച് ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ അഹങ്കാരമായിരുന്നു. തന്റെ പ്രൊഫൈലിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനൊപ്പം വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നുകൂടി ചേർക്കുമ്പോൾ ട്രംപ് വെല്ലുവിളിക്കുന്നത് ലോകക്രമത്തെയാണ്. ഒരു രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിനെ സൈനികമായി പുറത്താക്കി മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് അവിടെ ഭരണം ഏറ്റെടുക്കുന്നത് ആധുനിക ലോകം കണ്ടിട്ടില്ലാത്ത ഏകാധിപത്യ പ്രവണതയാണ്. വെനസ്വേലയിൽ നിലവിൽ ഡെൽസി റോഡ്രിഗസിനെ ആക്ടിംഗ് പ്രസിഡന്റായി സുപ്രീം കോടതി നിയമിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ലക്ഷ്യം ജനാധിപത്യമല്ല, ഉത്തരം ലളിതമാണ്. അതവിടുത്തെ എണ്ണശേഖരമാണ്. വെനസ്വേലയിലെ 5 കോടി ബാരൽ എണ്ണ താൻ കൊണ്ടുപോകുമെന്ന് ട്രംപ് പരസ്യമായി ഭീഷണി മുഴക്കുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ എന്ന പേരിൽ കടന്നു ചെന്ന് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ച അമേരിക്കൻ ചരിത്രം ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം സത്യത്തിൽ അമേരിക്കൻ കൊള്ള എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ $1,00,000 കോടി കമ്മി നികത്താൻ മറ്റു രാജ്യങ്ങളുടെ വിഭവങ്ങൾ മോഷ്ടിക്കുന്ന ഒരു രീതിയാണിതെന്ന് വിമർശകർ തുറന്നടിക്കുന്നു. 2026 ജനുവരി 3 ആ രാത്രി ചരിത്രത്തിൽ എന്നും ഒരു കറുത്ത പാടായി അവശേഷിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ സൈന്യം പിടികൂടിയ രാത്രി. ആകാശത്ത് യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങുന്ന ഒരു ഭീകരാന്തരീക്ഷത്തിലായിരുന്നു ആ അധിനിവേശം. മഡൂറോയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ജനാധിപത്യം സംരക്ഷിക്കാനാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും വെനസ്വേലയുടെ പരമാധികാരത്തിന് മേൽ ട്രംപ് ഏൽപ്പിച്ച വലിയ മുറിവാണെന്ന് ലോകം തിരിച്ചറിയുന്നു. നിലവിൽ മഡൂറോ ന്യൂയോർക്കിലെ ജയിലിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ ഈ ഭ്രാന്തമായ നീക്കങ്ങൾ ലോകത്തെ മാത്രമല്ല സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ 60% ജനങ്ങൾ ഈ കടന്നുകയറ്റത്തിന് എതിരാണെന്ന് സർവേകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും മറച്ചുവെക്കാൻ ട്രംപ് നടത്തുന്ന ഇത്തരം യുദ്ധകാഹളങ്ങൾ അമേരിക്കൻ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. ലിറ്റിൽ ഡയോമിഡിലെ തദ്ദേശീയരായ ജനങ്ങൾ പട്ടിണിയിലും അതിശൈത്യത്തിലും സഹായമില്ലാതെ വലയുമ്പോൾ അമേരിക്ക ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം സൈന്യത്തെ അയക്കാൻ പണം വാരിക്കോരി ചെലവാക്കുന്നത് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ് വെളിപ്പെടുത്തുന്നത്. വെനസ്വേലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ട്രംപിന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾ. ഗ്രീൻലാൻഡ്, മെക്സിക്കോ, കൊളംബിയ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെയും തങ്ങളുടെ അധീനതയിലാക്കാൻ അമേരിക്കൻ ഭരണകൂടം നീക്കം നടത്തുന്നുണ്ട്. ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻലാൻഡ് പണം കൊടുത്തു വാങ്ങാനോ അല്ലെങ്കിൽ സൈനികമായി പിടിച്ചെടുക്കാനോ ട്രംപ് പദ്ധതിയിടുന്നതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കരീബിയൻ കടലിൽ 10,000-ഓളം അമേരിക്കൻ സൈന്യങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ്. ട്രംപിന്റെ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തെ ലോകം ഒന്നടങ്കം എതിർക്കുമ്പോൾ റഷ്യയും ഇന്ത്യയും ഉയർത്തുന്ന ബഹുദ്രുവ ലോകക്രമം കൂടുതൽ പ്രസക്തമാകുന്നു. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി അമേരിക്കൻ ഭീഷണികളെ അവഗണിക്കുന്ന റഷ്യൻ നിലപാട് വെനസ്വേലയ്ക്കും ഒരു മാതൃകയാണ്. ബിഗ് ഡയോമിഡിൽ റഷ്യ തീർത്ത അചഞ്ചലമായ മതിൽക്കെട്ട് ട്രംപിന്റെ മോഹങ്ങൾക്ക് തടയിടുമ്പോൾ വെനസ്വേലയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി അധികാരം ഉറപ്പിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഹസനമായിരിക്കാം. പക്ഷേ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ്.
ഒരു വശത്ത് ഡയോമീഡ് ദ്വീപുകൾ റഷ്യയുടെയും അമേരിക്കയുടെയും ശക്തി പരീക്ഷണത്തിൽ വേദിയാകുമ്പോൾ മറുവശത്ത് വെനസ്വേല ഒരു രാഷ്ട്രത്തിന്റെ അതിജീവനത്തിനായി പോരാടുന്നു. ജനങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് മേൽ അധികാരം അടിച്ചേൽപ്പിക്കാത്ത ഒരു പുതിയ ലോകക്രമത്തിനായുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അന്താരാഷ്ട്ര നിയമങ്ങളെയും ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന ഈ നീക്കം ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണ്. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന് മേൽ കണ്ണുവെച്ചുകൊണ്ടുള്ള ഈ അധിനിവേശം ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട രാജ്യത്തിന് ചേർന്നതല്ല. റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ശക്തികൾ ബഹുദ്രുവ ലോകക്രമത്തിനായി നിലകൊള്ളുമ്പോൾ ട്രംപിന്റെ ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അമേരിക്കയെ തന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. ഭൂപടങ്ങൾ മായ്ച്ചു കളയാനും ഭരണാധികാരികൾ തടവിലാക്കാനും തോക്കൻ കുയിലുകൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ഒരു ജനതയുടെ സ്വാതന്ത്ര്യദാഹത്തെ അടിച്ചമർത്താൻ ആർക്കും കഴിയില്ല. ബിഗ് ഡയോമീഡിലെ റഷ്യൻ മതിൽക്കെട്ടുകൾ മുതൽ വെനസ്വേലൻ തെരുവുകൾ വരെ ഉയർന്ന പ്രതിഷേധങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: സാമ്രാജ്യത്വ മോഹങ്ങൾ എത്ര ശക്തമായാലും ജനങ്ങളുടെ പരമാധികാരത്തിന് മുന്നിൽ അവയ്ക്ക് അസ്തമിക്കേണ്ടി വരും. ലോകം ഉറ്റുനോക്കുകയാണ്. വെനസ്വേലയുടെ മണ്ണിൽ ട്രംപ് കൊളുത്തിയ ഈ തീ ആളിപ്പടരുമോ, അതോ അധികാരത്തിന്റെ ഈ വ്യാമോഹം ഇവിടെ അവസാനിക്കുമോ എന്ന്.